എന്നെ കൂടെ ഒരു വോട്ടിനെടുക്കുക, ഒരു വോട്ടിനെടുക്കാൻ. ഇപ്പൊ തന്നെ സാറ് ശകലം കൂടുതലായി. ആരും അപ്പോളെ എന്താ ഇത്? 2 നാളായിട്ട് ഇതാ സ്ഥിതി. ഇത്രയും വർഷം ഒരുമിച്ച് ജീവിച്ചിട്ട് ഇതാദ്യം എങ്ങനെ കാണുന്നത്? ഓപ്പോളൊന്ന് സംസാരിക്കും. ഉള്ളിലെ പ്രയാസങ്ങൾ തുറന്നു പറയാൻ പറ്റിയാൽ അദ്ദേഹത്തിനൊരു ആശ്വാസം ഉണ്ടാവും. നിനക്കെന്നെ അറിയില്ലടാ. എനിക്ക് മുന്നിൽ പോയി നിൽക്കാനുള്ള ധൈര്യം തന്നെ കഷ്ടിയ. ഒരു തെറ്റ്, ആർക്കും പറ്റാവുന്ന ഒരു പിഴ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ചു. അതെ, ഒരേ ഒരു തെറ്റേ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇങ്ങനെ തനിച്ചിരുന്ന് നെഞ്ചുരുക്കണത്. എവിടെ എന്ത് ചൂടൻ? ഏട്ടൻ പുറത്തു പോയിരിക്കുക. ചേച്ചി, അച്ചൂട്ടല്ലേ? ഇല്ല, ഭരതന്റെ വീടിന് ആരോ തീ വെച്ചു. അച്ചൂട്ടൻ വന്ന് വിവരം പറയണം. ഞങ്ങൾ എല്ലാവരും അവിടെ ഉണ്ടാവും. അച്ചൂട്ടാ, ഭരതൻ അവന്റെ പെണ്ണ് ഉള്ളിപ്പെട്ടിരിക്കുക. ചുറ്റും തീയ. അകത്തേക്ക് കയറാൻ ഒരു വഴിയില്ല. അയാൾ തന്നെയാ ഭാസ്കരേട്ടൻ. ചുട്ടുകൊല്ലൂന്ന് പറഞ്ഞപ്പോഴൊന്നും ഇങ്ങനെ ചെയ്യുന്ന ഞാൻ കരുതിയിരുന്നില്ല. ആ ഭാസ്കർ എന്നാലും കണ്ണി ചോരയില്ലാത്ത പണി. ഭാസ്കരനോ? അവനാ പവിത്രൻ. അവനാ എല്ലാത്തിന്റെ പിന്നിൽ. വാ. എന്തോ ചെറിയ മാമ ഗുരുവായൂർ പോയിട്ട് എത്തിയിട്ടില്ലെന്നാ തോന്നണേ. ഈ കുട്ടി എവിടെ പോയിരിക്കുന്നു? എന്തോ ഇവിടെ കിടന്ന് ഉറങ്ങാ? എന്തോ മോളെ,
ഇത് വെച്ചോളൂ. അച്ചു, ഗുരുവായൂർ പോയി മണ്ഡപമോ ഹോട്ടലും ബുക്ക് ചെയ്തു. എത്ര ചുരുക്കത്തിൽ കഴിക്കാന്ന് വെച്ചാലും ഇത്തിരി പൊന്നും പണവും വേണ്ടേ? അത് നീ നോക്കണം. എൻ്റെ ഒന്നും ഇല്ല. ആദ്യമേ പറഞ്ഞതേ, ഒടുവിൽ ചെറിയ മാമയെന്ന് വിളിച്ച് ഇങ്ങോട്ട് വന്ന കൂട്ടിയാ കൂടിയിൽ എനിക്ക്. ആ ജയകൃഷ്ണൻ എന്ന് പറഞ്ഞ കൊശവണ്ടിയിൽ ഒന്നും കാണില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ടൊരു താലിമാല ഞാൻ പണിയാൻ കൊടുത്തു. നീ എന്താ ഇങ്ങനെ? എന്തു പറ്റി? അവൾക്കിനി വേണ്ടത് താലിമാലയല്ല, പുതപ്പിക്കാനൊരു പട്ട. എന്തായി പറയണേ? അകത്ത് പോയി നോക്ക്. രാമനായരെ, എന്തായി പറയണേ? സത്യമാണ്. കൊന്നതാണോ അതോ വല്ല വിഷം കഴിച്ച് ചത്തതാണോ എന്നറിയില്ല. ചാവാനിപ്പോ എന്താ കാരണം? ഞാനും സാറും കൂടെ ഇന്നലെ അവിടെ ചെന്നപ്പോൾ. ഇന്നലെ അവിടെ പോയിരുന്നോ? ഉവ്വ്, പറഞ്ഞില്ലായിരുന്നോ? സർ, അറസ്റ്റ് ചെയ്യും. എന്താ എന്താ ഇത്? ഹബീബ്, സർ, വാട്ട് ഈസ് ദിസ്? ഹൈക്കോടതി ജസ്റ്റിസിന്റെ ചെയറിൽ ഇരുന്നിട്ടുള്ള ഒരാൾക്ക് ഞാനത് വിശദീകരിച്ചു തരണോ? യു ആർ അണ്ടർ അറസ്റ്റ് മിസ്റ്റർ മേനോൻ. ഇന്ദുലേഖ എന്ന പെൺകുട്ടിയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയത് നിങ്ങളാണ്. വാതരോഗത്തിന്റെ ഉപദ്രവം ഉണ്ടെന്നും പറഞ്ഞ് നിങ്ങൾ കയ്യിൽ ധരിക്കാറുള്ള ആ ഗ്ലൗസ് സംഭവ സ്ഥലത്ത് വെച്ച് ഞങ്ങൾക്ക് കിട്ടി. എ ക്ലിയർ സോളിഡ് എവിഡൻസ്. ശങ്കരനാരായണ, ഇയാൾ എന്റെ ഓഫീസിലേക്ക് കൊണ്ടുവരൂ. സർ. ഇല്ല, ഞാൻ കൊന്നിട്ടില്ല, കൊല്ലില്ല. എന്റെ മകളാ, അവളെ ഞാൻ കൊല്ലില്ല. പറയാനുള്ളത് നമുക്ക് അങ്ങ് ആഫീസിൽ ചെന്ന് പറയാം. മുമ്പിൽ നടന്നേ. ഹബീബേ, വണ്ടി കയറ്റ്. സാറ് പൊയ്ക്കോളൂ, ഞാൻ മേനോ സാറുമായിട്ട് അങ്ങ് എത്തിക്കോളാം. സാർ അങ്ങനെ ഈ സാറുമായിട്ട് ഉണ്ടാക്കണ്ട. വരണം മിസ്റ്റർ. ഈ വേഷം ഒന്ന് മാറിക്കോട്ടെ. നമ്മൾ രണ്ടും കൂടെ എന്റെ അമ്മാവന്റെ മോടെ കല്യാണത്തിനൊന്നും പോവില്ല. ഇപ്പൊ ഇട്ടിരിക്കുന്ന വേഷം തന്നെ ധാരാളം. ആണോ? ഈ വേഷത്തിൽ കൊണ്ടുവന്നത് ശരിയല്ല. ഡ്രസ്സ് മാറ്റാൻ അല്പം സമയം കൊടുക്കണം പ്ലീസ്. കോപ്പേ, സബോർഡിനേറ്റ് ആണെന്ന് ഞാൻ നോക്കുകയല്ല. മുട്ടുകാല് കയറ്റി തന്നോണ്ടല്ലോ. വരണേ. അമ്മേ,
ജീപ്പെടുത്ത് മാറ്റണമേ സാർ. ഈ വീട്ടുവേഷത്തിൽ ഇത്ര തിടുക്കപ്പെട്ട് എന്റെ അച്ഛനെയും കൊണ്ട് നീ എങ്ങോട്ടാ ശങ്കരനാരായണ? അയാളൊരു കൊലപ്പുള്ളിയാണ്. ചെളുക്കെ അയാളാ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ നാറുന്ന നാണക്കേടായ അന്തസ്സുള്ള മുഴുവൻ പോലീസുകാരുടെയും ആത്മാഭിമാനത്തിലെ തേച്ചാലും മാച്ചാലും മായാത്ത വൃത്തികെട്ട കറയാത്താൻ അദ്ദേഹത്തെ അയാളെന്ന് വിളിക്കരുത്. വിളിച്ചാൽ ആ നാവിൽ ഞാൻ പച്ചരിമ്പി പണിത മോതിരവിടും. ഒരു കൊലക്കേസ് പ്രതിക്ക് കൊടുക്കേണ്ട മാന്യത എന്താണെന്ന് എനിക്കറിയാം. ഞാൻ ഈ ചെരുപ്പുടങ്ങിട്ട് കാലം കുറെ ആയിടൂ. അതേടോ ചെരപ്പ ഇത്രയും കാലം താൻ ചെയ്തത്. കാലാകാലങ്ങളിൽ മാറി വരുന്ന രാഷ്ട്രീയക്കാരുടെയും മേലധികാരികളുടെയും പ്രിയപ്പെട്ട ക്ഷൗരക്കാരനായിരുന്നു താൻ. ഇപ്പൊ ഈ തറ വേല കാണിച്ചത് മണപ്പള്ളി സുധീരനും അവന്റെ ചേട്ടനും സുഖം കിട്ടാനുമാണെന്നും അറിയാം. പക്ഷെ മോനെ ദിനേശ, നീ പറഞ്ഞ നിന്റെ ഈ കുലത്തൊഴിലുണ്ടല്ലോ, അത് എന്റെ ദേഹത്ത് നടത്തല്ലേ. കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അദ്ദേഹത്തെ ചോദ്യം ചെയ്യാം, കേസ് രജിസ്റ്റർ ചെയ്യാം, കോടതിയിൽ ഹാജരാക്കി തെളിവുകളും സാക്ഷികളും നിരത്തി വെച്ച് വാദിക്കാം. എന്നിട്ട് വിധി എഴുതാനിരിക്കുന്ന തിരുമനസ്സിന് ബോധ്യപ്പെടണം. അപ്പോഴേ അദ്ദേഹം കുറ്റവാളിയാകുന്നുള്ളൂ. SP സുധീറിന്റെ ഓഫീസിൽ ഞാൻ അച്ഛനെ കൊണ്ടുവരാം. ഇപ്പൊ ഞാൻ കൊണ്ടുപോവാണ് അദ്ദേഹത്തെ. മോനെ ദിനേശ, എന്നെ തടയാൻ നിൽക്കല്ലേ. തടഞ്ഞാൻ നിന്നെ ഈ പെരുവഴിയിലിട്ട് തല്ലി ചതക്കിയല്ല, കുത്തിക്കൊല്ലും ഞാൻ. എന്റെ അച്ഛന് വേണ്ടിയാവുമ്പോ ഞാനത് സന്തോഷത്തോടെ ചെയ്യും. തട്ടുമെന്ന് പറഞ്ഞാൽ തട്ടും. ദിനേശ, നിന്റെ കുടുംബം കോഞ്ഞാട്ടായി പോവേ. പോലീസുകാരാ, ഞാൻ ഈയിടെ എന്റെ ജാതകം ഒന്ന് പരിശോധിപ്പിച്ചു. അതിൽ എഴുതിയിട്ടുണ്ട് പോലീസുകാരെ കൊല്ലാനുള്ള യോഗം ഉണ്ടെന്ന്. അച്ഛൻ വരും.